ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് അൽക്കോറിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡിൽ അൽക്കോറിലാണ് പോകുന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ പോവും. ഇത് അങ്ങനെ ടാക്സിയൊക്കെ എടുത്ത് ഞാൻ അൽക്കോറിലോട്ട് പോവാണ്, നമ്മുടെ റസ്ലാഫാനിൽ നിന്ന്. അപ്പം ഞാൻ അൽക്കോറിൽ ചെന്നിട്ട് ഫസ്റ്റ് നമ്മുടെ സൗദി മാർക്കറ്റിലോട്ട് പോകുന്ന അടുത്തൊരു പാർക്കുണ്ട്, അവിടെയാണ് ഞാൻ ആദ്യമേ പോയത്. ഈ പാർക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ റീലിലൊക്കെ ഞാനിവിടെ വന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം ഇവിടെ ഒരു തിരക്കോ കാര്യങ്ങളോ ഇല്ല, ആരും അങ്ങനെ വരാറില്ല. പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഇവരിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വന്ന് കിളികളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, അതിനകത്ത് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ നമ്മുടെ റട്ടോന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അൽക്കോർ വരുമ്പോൾ ഞാൻ എപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കും, സോഡ നാരങ്ങ വെള്ളം. അങ്ങനെ ഞാൻ ഒരു നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു ഗായ്സ്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങ വെള്ളത്തിന് 4 റിയാലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് മീഡിയം, ചിലപ്പം ലാർജ്, അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട്. ഈ ചൂട് സമയത്ത് തണുത്ത കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിലും എനിക്ക് നാരങ്ങ വെള്ളം നല്ല ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ്. ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ. ഇതിന് പുറത്തോട്ട് നോക്കുമ്പം കബാൻ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലു മോളിലോട്ട് പോയി കേട്ടോ. അവിടെ പോയപ്പം ക്ലോസ്ഡ് ആണ് ലുലു മോള്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു വെളിയിൽ, ശരിക്കും കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി, ലുലുവിനകത്ത് കയറി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി, ഓരോ ഡ്രസ്സുകളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എനിക്ക് ലുലു മാൾ ഒരുപാട് ഇഷ്ടമാണ്, കാരണം അധികം തിരക്കൊന്നുമില്ല. സഫാരി മാളിനകത്ത് കൂട്ട് വളരെ കാമായിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ ഞാൻ എന്ത് ചെയ്ത് സഫാരി മോളിലോട്ട് പോയി കേട്ടോ. അവിടെ പോയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചു, അതായത് ഗ്രേപ്സിൻ്റെ ജ്യൂസാണ്. പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ആൽമണ്ട് ഓയിൽ വാങ്ങിച്ചു ബോഡിയിലൊക്കെ തേക്കാൻ വേണ്ടി. എൻ്റെ ഡ്രൈ സ്കിന്നാണ് കുറച്ച്, അപ്പോൾ അത് കാരണം ആൽമണ്ട് ഓയിൽ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചു. ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു സഫാരി മോളിൽ. പിന്നെ ഞാൻ ഫൈനലി കപ്പ ബിരിയാണി, ഈ കാണുന്ന കപ്പ ബിരിയാണിയാണ് ആദ്യമേ കണ്ടത്. അതെൻ്റെ ഫേവറേറ്റാണ് കപ്പ ബിരിയാണി. ബീഫ് കപ്പ ബിരിയാണി ഞാൻ വാങ്ങിച്ചു. അത് ഒരു 1/2 കിലോ, മീൻസ് ഒരു 500 ഗ്രാം കാണുമായിരിക്കും. ഒരു 10 റിയാലിന് ഞാൻ വാങ്ങിച്ചു രാത്രിയിലത്തെ കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സഫാരി മോളിൻ്റെ അടുത്ത് തന്നെ വേറൊരു പുതിയ മോള് തുടങ്ങി, അവിടെ കയറി. അത് നല്ല ഒരു മോളായിരുന്നു കേട്ടോ. അവിടെ കടകളൊക്കെ ഇനി വരണം, പക്ഷെ വിശാലമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഡൗൺ ടൗൺ സൂക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. പുതിയ ഞാൻ ആദ്യമായിട്ട് കാണുക. ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്തൊക്കെ ലോഞ്ച് ആയതായിരിക്കാം. 4 മാസമായില്ലേ നാട്ടിൽ പോയിട്ട് വന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ അതിൻ്റെ ഒപ്പമാണ് ഗൈസ്. എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗൈസ്. പുതിയ വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ഞാൻ ഈ വ്ളോഗ് അതിൻ്റെ ഒപ്പമാണ് ഗൈസ്. അതുവരേക്കും ബൈ ബൈ ഗൈസ്. അങ്ങനെ അൽക്കോറിലെ ഈ ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗൈസ്.